കൊച്ചി കായലിലേക്ക് മാലിന്യപ്പൊതി വലിച്ചെറിഞ്ഞ സംഭവത്തിൽ ഗായകൻ എം.ജി. ശ്രീകുമാറിൽ നിന്ന് പിഴയൊടുക്കി. എം.ജി. ശ്രീകുമാറിന്റെ മുളവുകാട്ടെ വീട്ടിൽ നിന്നും കായലിലേക്ക് മാലിന്യമിടുന്നത് വിനോദസഞ്ചാരിയാണ് മൊബൈലിൽ പകർത്തിയത്. 25,000 രൂപയാണ് പിഴ. ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് കേരളത്തിൽ എവിടെയും ആരെങ്കിലും വേസ്റ്റ് വലിച്ചെറിയുന്നതിന്റെ ഫോട്ടോയോ ഒന്നുകിൽ ആളെ കിട്ടണം. ഡാനി പോൾ വിവരങ്ങളുമായി ചേരുന്നു. ഡാനി, ദൃശ്യങ്ങളിൽ വ്യക്തമാണ് കായലിലേക്ക് മാലിന്യം എറിയുന്നത്. ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇതെങ്ങനെയാണ്, ഇതാരാണ് ഈ ദൃശ്യങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്? അശ്വതി, ഒരു 4 ദിവസങ്ങൾക്ക് മുൻപാണ് ഈ സംഭവം നടന്നതായിട്ട് പറയുന്നത്. അത് നമുക്കറിയാം, കൊച്ചിയുടെ ഒരു കായൽ യാത്രകൾ, അതിൽ വളരെ വിനോദസഞ്ചാരികൾ പങ്കെടുക്കുന്ന ഒരു ഇടം കൂടിയാണത്. അതിനിടയിൽ വെച്ച ഒരു വിനോദസഞ്ചാരിയാണ് ഈ ദൃശ്യങ്ങൾ പകർത്തുന്നത്. ഈ ദൃശ്യങ്ങൾ പകർത്തിയ ആൾക്ക് ഇതാരുടെ വീടാണോ എന്താണോ എന്ന കാര്യങ്ങളൊന്നും തന്നെ അറിയില്ല. പക്ഷേ അയാൾ ശ്രദ്ധിക്കപ്പെട്ടത് ഈ പൊതുസ്ഥലത്തേക്ക്, പ്രത്യേകിച്ച് ഈ കായലിലേക്ക് എല്ലാം തന്നെ മാലിന്യം വലിച്ചെറിയുന്ന ആ ദൃശ്യങ്ങളാണ്. അത് അദ്ദേഹം പകർത്തുകയും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവരങ്ങൾ അറിയിക്കാൻ, പൊതു ഇടങ്ങളിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് കണ്ടാൽ അത് ചിത്രങ്ങൾ സഹിതം അപ്ലോഡ് ചെയ്യാനുള്ളൊരു സംവിധാനം തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെതായിട്ടുണ്ട്. അതിലേക്ക് വാട്സപ്പ് അടക്കം ഇതിലേക്ക് ചിത്രങ്ങൾ അയക്കാം. അങ്ങനെ ഈ ദൃശ്യങ്ങളടക്കം അദ്ദേഹം അത് അവിടെ അയക്കുകയും ഇത് ഈ ബന്ധപ്പെട്ട അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുകയും തദ്ദേശ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽ തന്നെ ഇത് പെടുകയും എല്ലാം തന്നെ ചെയ്തു. തുടർന്ന് ഇത് മുളവുകാട് പഞ്ചായത്തിനെ അടക്കം അറിയിച്ചു. ഇത് ദൃശ്യങ്ങളും സമയവും സ്ഥലവും എല്ലാം തന്നെ കൃത്യമായി വിശദീകരിച്ചുകൊണ്ടായിരുന്നു ഈ പോസ്റ്റ് ചെയ്തിരുന്നത്. ഇത് പിന്നീട് ഈ മുളവുകാട് പഞ്ചായത്തിനെ അറിയിക്കുകയും മുളവുകാട് പഞ്ചായത്താണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപടിയിലേക്ക് നീങ്ങുകയും ചെയ്തത്. പഞ്ചായത്തിന് ഈ വീട് വളരെ കൃത്യമായിട്ട് അറിയാവുന്നതാണിത്. ഗായകൻ എം.ജി. ശ്രീകുമാറിൻ്റെ വീടാണ് എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി അറിയാവുന്നത് കൊണ്ട് തന്നെ ഈ ദൃശ്യങ്ങളടക്കം കാണിക്കുകയും അത് നിങ്ങൾ ചെയ്തിരിക്കുന്നത് പൊതു ഇടത്തിലേക്ക് മാലിന്യം വലിച്ചെറിയാണ്, ഇത് നിയമപ്രകാരം തെറ്റാണ്, ഇതിന് ഇത്രയാണ് അതിൻ്റെ ഒരു പിഴ ഈടാക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുകയും കൃത്യമായി നോട്ടീസ് നൽകുകയും എല്ലാം തന്നെ ചെയ്തു. എം.ജി. ശ്രീകുമാർ ആ തുക അടക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ചിത്രത്തിൽ ഇതിൽ മാലിന്യം വലിച്ചെറിയുന്നത് ആരാണെന്നതൊന്നും വ്യക്തമല്ല. പക്ഷേ അവിടേക്ക് കൃത്യമായിട്ട് ഈ കായലിലേക്ക് പൊതു ഇടത്തേക്ക് മാലിന്യം വലിച്ചെറിയുന്നത് അത് വളരെ കൃത്യമാണ്. അത് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും തുക അടച്ചിരിക്കുന്നു എന്നതാണ്, പിഴ തുക ചുമത്തിയിരിക്കുന്നു, ആ തുക അടച്ചിരിക്കുന്നു എന്നതാണ്. ഇതിൽ കൃത്യമായൊരു മെസ്സേജ് ഉള്ളത്, ഈ പൊതു ഇടങ്ങളിലേക്ക് ഈ രീതിയിലേക്ക് മലിനമാക്കുന്ന രീതിയിലേക്ക് ആരെങ്കിലും നീങ്ങുകയാണെങ്കിൽ അതിൽ നടപടി ഉണ്ടാകുമെന്നതാണ്. അത് കൃത്യമായി അത് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം ഉണ്ട് എന്നതുകൂടി വ്യക്തമാവുകയാണ്. അതുകൊണ്ടാണ് ഇത് ബന്ധപ്പെട്ട പോസ്റ്റ് വന്നതിന് ശേഷം അതായത് സ്ഥലം തിരിച്ചറിയുകയും പഞ്ചായത്ത് കൃത്യമായി തന്നെ അതിലേക്ക് നടപടി എടുക്കുവാനെല്ലാം തന്നെ നീങ്ങുകയും ചെയ്തത്. പഞ്ചായത്ത് അധികൃതർ ഈ സ്ഥലത്ത് ചെല്ലുകയും അവരോട് ഈ ചിത്രങ്ങൾ സഹിതം, ഇതിൽ പോസ്റ്റ് ചെയ്ത സഹിതം കാര്യങ്ങൾ വിശദീകരിക്കുകയും എല്ലാം തന്നെ ചെയ്തു. അവർക്കത് ബോധ്യമാവുന്നു. വീട്ടുടമസ്ഥൻ ഗായകൻ എം.ജി. ശ്രീകുമാറിന്റെ കുടുംബത്തിന് അത് ബോധ്യമാവുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ നടപടിയിലേക്ക് കടക്കുകയും ആ നോട്ടീസിന് അവർ തന്നെ തുക ഒടുക്കുകയും ചെയ്തിട്ടുള്ളത്. ശരി, ഡാനി പോളാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.